ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വാമല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് പോകുന്നതാണ്. വാമല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അമ്പലമാണ്, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. അതായത് ഒരു മുരുകൻ്റെ അമ്പലമാണ്. അപ്പോൾ പോണത് ഞാനും എൻ്റെ വുഡ്ബിയും കൂടെയാണ്. മനുവേട്ടനും ഞാനും കൂടെ ചെന്ന് നല്ല വെയിലായിരുന്നു. ഞങ്ങൾ 2 വീലറിലാണ് പോയത്. ഹെൽമെറ്റൊക്കെ വെച്ചാണ് പോയത്. എന്നാലും ചൂട് സഹിക്കാൻ പറ്റുള്ള വിയർത്ത് കുളിച്ചാണ് പോയത്. മല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കയറ്റം കയറണം. മലയുടെ മുകളിലാണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ എങ്ങനെയൊക്കെയോ കയറി ലാസ്റ്റ് താഴ്ന്ന് വെള്ളമൊക്കെ മേടിച്ചിട്ടാണ് പോയത്. വെള്ളമൊക്കെ മേടിച്ച് മുകളിലേക്ക് ചെന്നിട്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ലാസ്റ്റ് മനുവേട്ടനാണെങ്കിൽ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ദാഹം മാറാതെ ഞാൻ അവിടെ പോയിരുന്ന് വെള്ളം കുടിക്കുക, അതും വീഡിയോയിലെടുത്ത് വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഞങ്ങൾ പിന്നെയും കയറി വയ്യാതെ നല്ല ക്ഷീണമായിട്ട് ലാസ്റ്റ് നടക്കാൻ പറ്റില്ല. ലാസ്റ്റ് ഞങ്ങൾ മുകളിൽ ചെന്ന് ദൈവത്തെ കണ്ട് പ്രാർത്ഥിച്ചു. അത് തുറന്നിട്ടുണ്ടായില്ല, അമ്പലം അടച്ച് തന്നെ കിടക്കായിരുന്നു. കുറേ പേര് വന്ന് പോകുന്നുണ്ട് അവിടെ. അത്യാവശ്യം പുറത്തുനിന്നൊക്കെ ആൾക്കാർ വന്ന് കാണാൻ വരുന്നൊരു സ്ഥലം കൂടിയാണ് ഈ വാമല എന്ന് പറയുന്നത്. ഞങ്ങൾ കയറി ചെന്ന് കുറച്ച് നേരം അവിടേക്ക് ഇരുന്നു, സംസാരിച്ചൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞ് ഫോട്ടോസും വീഡിയോസും റീൽസ് ഇതൊക്കെയാണ് നമ്മൾ മെയിൻ. അതൊക്കെ നമ്മൾ എടുത്തൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഞങ്ങൾക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു. വെള്ളം കുടിച്ച് തീർന്നു. പക്ഷെ എന്നാലും നല്ല ദാഹം ഉണ്ടായിരുന്നു. പിന്നെയും അവിടെ താഴേക്ക് ഇറങ്ങുമ്പോൾ ഹെൽമെറ്റ് തന്നെ വെച്ചാണ് ഇറങ്ങിയത്. ഹെൽമെറ്റൊക്കെ വെച്ച് തിരിച്ച് നടന്ന് വരുമ്പോൾ വെയിൽ സഹിക്കാൻ പറ്റില്ല. പാലക്കാട് ജില്ല അറിയാലോ നിങ്ങൾക്ക്, ചൂടെടുത്ത് നമ്മൾ പൊള്ളിപ്പോവും. അതുപോലത്തെ ചൂടായിരുന്നു. അതും ഞങ്ങളൊരു 9:30-10 മണി ടൈമിൽ പോയി. എന്നിട്ടും സഹിക്കാൻ പറ്റാത്ത ചൂടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സാധാരണ ഞങ്ങൾ മേളിൽ കയറി അവിടെ എത്തിക്കഴിഞ്ഞ് സംസാരിച്ചപ്പോൾ പിന്നെ സൗന്ദര്യപ്പിണക്കെന്ന് പറഞ്ഞാൽ കുറച്ച് വഴക്കും ബഹളമൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികം അറിയാലോ, നമ്മൾ പോകുമ്പോൾ സന്തോഷത്തോട് പോയാലും തിരിച്ചു വരുമ്പോൾ നമുക്ക് ചെറിയ ഉടക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ചെറിയ വഴക്കുകളൊക്കെ. ലാസ്റ്റ് ഞാൻ നടത്തുന്ന വഴിക്ക് ആ വഴക്കൊക്കെ മാറി. ആ ദേഷ്യത്തിൽ എനിക്ക് മറ്റേ സർബത്ത് കുടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഞാൻ സർബത്ത് കുടിക്കാൻ പോയി. മനുവേട്ടൻ സോഡ നാരങ്ങളോ കുടിച്ചത്, ഞാൻ സർബത്തോ കുടിച്ച് തിരിച്ച് എന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കാമെന്നും പറഞ്ഞ് എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നാക്കി. ഇത്രയുള്ളൂ ഗൈസ്. അപ്പോൾ ബൈ.